എന്നെ എല്ലാവരെയും നിശബ്ദരാക്കുന്ന പോലെ നിശബ്ദനാക്കി നിന്നു കൊടുക്കാൻ എനിക്കൊരാഗ്രഹമില്ല. കാരണം എനിക്കറിയാം, എനിക്ക് ഓരോ ദിവസവും പോലീസിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ വണ്ടി മാറണം, ശ്രദ്ധിക്കണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഞാനങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ CPM വെറുതെ കയറി എതിർക്കാൻ നിൽക്കല്ല. CPM പതുക്കെ നമ്മളുടെ ഒരു സാമൂഹ്യ സഹജീവനത്തെ, നമ്മളിലുണ്ടാക്കാവുന്ന ഈ എല്ലാം മറന്നിട്ടുള്ള നമ്മളുടെ പാരസ്പര്യത്തെ അവർ തകർത്ത് കളയുന്നുണ്ട്. അതവരുടെ ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. എനിക്ക് കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല CPMമായിട്ട് എൻ്റെ വിയോജിപ്പ്. ആ വിയോജിപ്പുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ SFI ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ ഈ സകലമാന സാമൂഹ്യ ചുറ്റുപാടുകളെയും ലംഘിച്ചിട്ട് നിങ്ങൾ ഈ കെട്ടുപാടുകൾ വലിച്ചെറിയൂ. കെട്ടുപാടുകൾ വലിച്ചെറിയുക എന്നുള്ളതല്ല ഒരു മെച്ചുറായ കമ്മ്യൂണിറ്റിയുടെ ലക്ഷണം. ചില കെട്ടുപാടുകൾക്കകത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളൊരു രാജ്യത്തിലെ പൗരന്മാരായി നിൽക്കുമ്പോൾ എന്തെല്ലാം കെട്ടുപാടുകൾ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പം അതിനെ പൊട്ടിച്ചെറിയുക എന്ന് പറയുന്ന ഇത് മുതലുള്ള നിരവധി ആശയ രീതികളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ അത് കുറച്ച് രൂക്ഷമാവും. പിന്നെ അതെന്തായെന്ന് വെച്ചാൽ എന്നെ വ്യക്തിപരമായ ആക്രമണങ്ങളായി. ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾക്ക് കണക്കില്ല. എൻ്റെ കുടുംബത്തെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത കുടുംബത്തെ വരെ പ്രതികാരം നിർത്താൻ വേണ്ടിയിട്ട് വലിച്ചഴച്ച് കൊണ്ടുപോയി എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് കയറി ആക്രമിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പിണറായിലെ വീട് കയറി ആക്രമിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിച്ചു. അപ്പം കീഴടങ്ങി കൊടുക്കാതിരിക്കാനുള്ള കുറച്ചുകൂടി അഗ്രസീവായ തിരിച്ചുള്ള ആക്രമണത്തിലേക്ക് ഉണ്ടാവും. അതായിരിക്കും നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവുക. മറ്റതൊക്കെ എൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്. മറ്റത് ഞാൻ അനുഭവിച്ച ഒരാളാണ്. എന്നെ എല്ലാവരെയും നിശബ്ദരാക്കുന്ന പോലെ നിശബ്ദനാക്കി നിന്നു കൊടുക്കാൻ എനിക്കൊരാഗ്രഹമില്ല. കാരണം എനിക്കറിയാം, എനിക്ക് ഓരോ ദിവസവും പോലീസിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ വണ്ടി മാറണം, ശ്രദ്ധിക്കണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഞാനങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല.